നമസ്കാരം. ആദ്യം പ്രധാന വാർത്തകൾ. AI ക്യാമറ വിവാദത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ച സർക്കാർ. കെൽട്രോണിനെതിരായ ആരോപണങ്ങൾ വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി അന്വേഷിക്കും. വിവാദത്തിൽ വിജിലൻസ് അന്വേഷണവും. വിജിലൻസ് അന്വേഷണത്തിനാവശ്യമായ രേഖകൾ നൽകാൻ നിർദ്ദേശം നൽകിയതായി മന്ത്രി പി രാജീവ്. ക്യാമറ ഇടപാടിൽ കൂടുതൽ ദുരൂഹതകൾ പുറത്ത്, ഇടപാടുകൾ പരസ്യപ്പെടുത്തണമെന്ന് പ്രതിപക്ഷം. ചലച്ചിത്ര നടൻ മാമു കോയ അന്തരിച്ചു. അന്ത്യം കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ. വിട പറഞ്ഞത് 4 പതിറ്റാണ്ട് മലയാളിയെ പൊട്ടിച്ചിരിപ്പിച്ച അതുല്യ പ്രതിഭ. രാത്രി 10 വരെ കോഴിക്കോട് ടൗൺ ഹാളിൽ പൊതുദർശനം. സംസ്കാരം നാളെ കോഴിക്കോട് കണ്ണംപറമ്പ് ജുമാ മസ്ജിദിൽ. മലയോര മേഖലയ്ക്ക് ആശ്വാസം. ബഫർ സോണിലെ സമ്പൂർണ്ണ നിയന്ത്രണങ്ങൾ ഒഴിവാക്കി. കുടിയൊഴിപ്പിക്കൽ ഉണ്ടാകില്ല. വലിയ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും ക്വാറികൾക്കും നിയന്ത്രണം വരും. മുൻ ഉത്തരവ് സുപ്രീം കോടതി ഭേദഗതി ചെയ്തു. ഛത്തീസ്ഗഡിൽ മാവോയിസ്റ്റ് ആക്രമണം. 11 സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് വീരമൃത്യു. ആക്രമണമുണ്ടായത് അറൻപൂരിൽ പട്രോളിംഗ് നടത്തിയിരുന്ന സംഘത്തിന് നേരെ. സിനിമാ ലൊക്കേഷനുകളിലെ ലഹരി ഉപയോഗത്തിൽ സിനിമാ മേഖല 2 തട്ടിൽ. നിർമ്മാതാക്കൾ പറയുന്ന ആരോപണങ്ങളെക്കുറിച്ച് അറിയില്ലെന്ന് ഫെഫ്ക. ലഹരി ഉപയോഗിക്കുന്നവരെ മാറ്റി നിർത്തുമെന്ന് ഫിലിം ചേംബർ. നടന്മാരെ വിലക്കിയ നടപടിക്കൊപ്പമെന്ന് മന്ത്രി സജി ചെറിയാൻ. VK ശ്രീകണ്ഠൻ MP-യുടെ ചിത്രം വന്ദേ ഭാരത് എക്സ്പ്രസിൽ പതിപ്പിച്ചതിൽ RPF അന്വേഷണം. പോസ്റ്റർ ഒട്ടിച്ച 6 കോൺഗ്രസ് പ്രവർത്തകരെ തിരിച്ചറിഞ്ഞത് അട്ടപ്പാടി പുതൂർ പഞ്ചായത്ത് അംഗം സെന്തിൽ അടക്കമുള്ളവരെ. പോസ്റ്റർ പതിപ്പിച്ചവർക്ക് താക്കീതുമായി VK ശ്രീകണ്ഠൻ MP. വന്ദേ ഭാരത് എക്സ്പ്രസിന്റെ AC ഗ്രില്ലിൽ ചോർച്ച.